ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് ഇപ്പോൾ റീസെയിൽ നമുക്ക് MRC TVA KVA എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിറ്റുവേഷൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ MRC അവിടെ ആദ്യമായിട്ട് അവരുടെ ഒരു പ്ലെയറിനെ പുറത്താക്കിയിരിക്കുകയാണ്. MRC ഇതാ കൊച്ചാപ്പിയെ MRC നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതിൻ്റെ റീസണെ കുറിച്ച് നമ്മളെ കോ ലീഡേഴ്സ് ആയുള്ള ഷെയ്ക്കും മേക്കൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം കൊച്ചാപ്പിൻ്റെ കേസിൽ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചാപ്പിനെ ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചാപ്പിനെ ഗ്യാങ്ങിൽ നിന്ന് റിമൂവ് ഇടാൻ അല്ലെങ്കിൽ ഗ്യാങ്ങിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം കൊച്ചാപ്പി TVA ഇഷ്യൂ ഉണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ KVA ഇഷ്യൂ ഉണ്ടാക്കിയതിൻ്റെ പേരിലോ ആണ് തിങ്ക് ചെയ്യണവർക്ക് തെറ്റി. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമ്മളെ മെമ്പേഴ്സ് TVA KVA അങ്ങോട്ട് പോയി എടുക്കരുത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഗ്യാങ്ങിൽ എടുക്കുമ്പം നമ്മൾ ആദ്യമേ പറഞ്ഞൊരു സംഭവമാണ്. നമുക്കിവിടെ സിറ്റിയിൽ പീസ്ഫുള്ളായിട്ട് മനസമാധാനത്തിൽ എല്ലാവരോടും നല്ല രീതിക്ക് ആർപ്പി ചെയ്ത് കളിക്കണം എന്നുള്ളൊരു സംഭവത്തിലാണ് ഇവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി, അഥവാ ഇവർക്ക് പറയുന്ന കരിയർ ഉണ്ടല്ലോ, ഇവർക്ക് പറയുന്ന ഈ ഫ്യൂച്ചർ, ഇവരെ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ കൊച്ചാപ്പിൻ്റെ കേസ് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കി തരാം. കൊച്ചാപ്പിക്ക് ഒരുപാട് വട്ടം വാണിങ് ഇൻഡയറക്ട്ലി ഇൻഡയറക്ട്ലി കൊടുത്തിട്ടുള്ളൂ. അല്ല ഡയറക്റ്റ്ലി നമ്മൾ ഒരാളോടും കയറിയിട്ട് ഓനോട് ചെന്നിട്ട് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുമ്പേ ഇതിൽ റീസൺസ് പറയുമ്പം രാജുഭായ്ക്ക് ഒരു വട്ടം കാര്യം പറഞ്ഞതാണ്, ബിലാലിനോട് കാര്യം പറയുന്ന സമയത്തെ ഞാൻ ബിലാലിനോട് പറഞ്ഞതാണ്, എടാ എനിക്ക് മുഖം ചുളിച്ച് പറയാൻ പറ്റൂല, എനിക്കും മാക്കിനും അത് ചെന്നാണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, വെറുതെ നമ്മളോട് ചെറുക്കന്മാർക്ക് ഒരു ഹെയ്റ്റ് വേണ്ട, എടാ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ഒഴിവാക്കുക, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നരിയാൾക്ക് മുന്നോട്ട് പോകില്ല കേട്ടോ എന്നുള്ളത് മര്യാദക്ക് ഇൻഡയറക്ട്ലി കൊച്ചാപ്പിനെ അറിയിച്ചതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ KVA TVA തൊട്ടതിൻ്റെ പേരിലല്ല ഈ പറയുന്ന കൊച്ചാപ്പിനടുത്ത് റിമൂവ് ഇട്ടത്. ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം കൊച്ചാപ്പിന് എന്തുകൊണ്ട് റിമൂവ് ഇട്ടതെന്ന് വെച്ചാൽ ഇന്നലത്തെ ഈ സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് വെറുതെ ഇരുന്നാണ്ട് ഞാൻ എന്താ പറയുക, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യൂല, വൺ ബൈ വൺ എടുത്തുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് അൾട്ടിമേറ്റ്ലി കൊച്ചാപ്പിക്ക് ഒരു ഹെയ്റ്റ് പോകുന്ന പരിപാടിയാണ്. നമ്മളിവിടെ ആർക്കും ഹെയ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ഗ്യാങ്ങിൽ നിന്ന് ഇതേമാതിരി ഇറങ്ങുമ്പോൾ വേറെയുള്ളവരൊക്കെ ഒരുപാടിട്ട് പറയുന്ന പോലെ നമ്മൾ അങ്ങനെ നമ്മളെ മെമ്പേഴ്സിനെ ടോർച്ചർ ചെയ്യാനോ നമ്മളായിരുന്ന മെമ്പേഴ്സിനെ ടോർച്ചർ ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ട് ഇട്ട ഒരു പരിപാടിയല്ല. ഇതിൽ ഞാൻ നമുക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഈ TVA KVA ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഓഡിയൻസ് തന്നെ നമ്മളെ ഹേറ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. കൊച്ചാപ്പി ഈ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് ഇതിൽ കൊച്ചാപ്പിൻ്റെ സൈഡിൽ തെറ്റുള്ളതെന്നായിട്ട് തോന്നിയിട്ടില്ല. അതാ ഇവൻ അത്രയും പറഞ്ഞിട്ടും ഇവൻ തിരിച്ച് കയ്യിൽ കയറുന്നില്ല, ഇല്ല ബഗ്ഗാണ് അതാണ് ഇതാണ് എല്ലാം പറഞ്ഞിട്ട് സാത്താൻ ചെയ്യാണ്. അതിൻ്റെ പേരിലാണ് കൊന്നത്. ഓക്കെ, അത് കൊച്ചാപ്പിൻ്റെ കേസിൽ. പക്ഷേ ഒരു പ്യുവർ RP എന്നുള്ള രീതിയിൽ ഓന് കയറുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാനുള്ള ടൈം കൊടുത്തിട്ടില്ല വാട്ടവർ. പക്ഷേ എന്നാലും കൊച്ചാപ്പി ഇതിൽ ചെയ്തതിന് കൊച്ചാപ്പിനെ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള ഈ മൊമെന്റ് കണ്ടോ, ഈ ഒരു മൊമെന്റിൽ ഇത് ഞാൻ TVA സപ്പോർട്ട് ചെയ്യാനോ TVന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ എന്നാലും ഇത് TVA സപ്പോർട്ട് ചെയ്യുകയാണെന്ന് MRC ഓഡിയൻസ് തിങ്ക് ചെയ്യരുത്. നമ്മൾ ന്യായമായിട്ട് ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് കണ്ട് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഒരു സംഭവം കണ്ടോ, ഇവരുടെ കൂടെ ഉള്ളതാണോ ചോദിച്ചു, അല്ല എന്ന് പറഞ്ഞു, അവരറിയില്ല എന്ന് പറഞ്ഞു. കരിമീൻ പേര് ചോദിച്ചു, വാണിംഗ് ഫയർ കൊടുത്തു. മനസ്സിലായോ? ലീവ് എന്ന് പറഞ്ഞിട്ട് എത്ര സെക്കൻഡേ ഉള്ളൂ എന്ന് നോക്കിക്കോട്ടോ. ലീവ് എന്ന് പറഞ്ഞു 25 29 5 സെക്കൻഡ് കൊണ്ട് നെക്സ്റ്റ് 5 സെക്കൻഡ് കൊണ്ട് അടിച്ചിട്ടു. മനസ്സിലായോ? ഈ നെക്സ്റ്റ് 5 സെക്കൻഡ് കൊണ്ട് ഇങ്ങനത്തെ ഗുണ്ടായിസം നടത്തുന്നവർ നമ്മളെ ഗ്യാങ്ങിൽ വേണ്ട. മനസ്സിലായോ? ഗ്യാങ്ങിൽ ഇങ്ങനത്തെ ഗുണ്ടായിസം വെച്ചുകൊണ്ട് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട് കരിമീനും അടിച്ചു. വാട്ടെവർ, ഇത് കഴിഞ്ഞു. ഈ റീസൺ ഈ വൺ മോർ ചാൻസിലെ ഒരു സാധനം കൊടുക്കില്ല. മനസ്സിലായോ? ഇത് വൺ മോർ ചാൻസ് അല്ല, ഇത് ഓൾറെഡി ഒരുപാട് ചാൻസ് കൊടുത്തതാണ്. അത് നിങ്ങൾ ഓഡിയൻസിനെ അറിയാതെ മാക്സിമം ഇതിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്ത് നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളത് കൺസിഡറേഷൻസ് ചോദിച്ചു വേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? വട്ട് ദ ഫക്ക് റീസൺ എന്നോ ഇതിനല്ല അവനെ കിക്ക് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു മീറ്റിംഗ് വെച്ചു. ഈ മീറ്റിങ്ങിന് വെച്ചിട്ട് മാക്ക് അത്രയും അർജൻറ്റായിട്ട് മാക്ക് എല്ലാവരെയും വിളിച്ചുങ്ങാണ്ട് പറഞ്ഞു, ഈ പറയണേ ആ റേഡിയോയിലുള്ള എല്ലാവരും പിന്നെ ഈ VCയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കൊച്ചാപ്പി അന്ന് എന്താടാ നിന്നോട് പറഞ്ഞത്, VCയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പം ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ലേ? എൻ്റെ ചാറ്റിൽ കുറേ റീസൺ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. എടാ റീസൺസ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓന് കംപ്ലീറ്റ്ലി ഹെയ്റ്റ് പോവും. മനസ്സിലായോ? ഞമ്മക്ക് അതിന് താല്പര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഗ്രൂപ്പിൽ എപ്പോഴും
വേണ്ട, ഞാനിത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ വെറുതെ അതെന്താ പറയാ, വെറുതെ ആ ഹെയ്റ്റ് പോണ പരിപാടി എടുക്കാൻ നമുക്ക് താല്പര്യമില്ല, മനസ്സിലായോ? ഈ മീറ്റിങ്ങിന് വിളിച്ചിട്ട് കരിമീന് പിന്നെ അതേമാതിരി കൊച്ചാപ്പി ഇവരോട് കാര്യം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം കരിമീൻ കമ്മിറ്റ് ചെയ്തു. ശരിക്കും എനിക്കത് അഥവാ ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്ക് തോന്നി. പക്ഷെ അപ്പോഴും ഇവന് കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവന് കമ്മിറ്റ് ചെയ്യാൻ ഒട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തതിലൊരു തെറ്റുമില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ 5 സെക്കൻഡിൻ്റെ ഈ സാധനം പ്യുവർലി തെറ്റാണെന്നുള്ളത് ഓൻ കമ്മിറ്റ് ചെയ്യണില്ല. ഓൻ കമ്മിറ്റ് ചെയ്യാതൊക്കെ അത് രണ്ടാമത്തെ കേസ്. ഇത് കഴിഞ്ഞിട്ട് ഗ്യാങ് സസ്പെൻഷൻ്റെ ടൈമിൽ തന്നെ SRRനായിട്ട് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇവൻ്റെ പേരിൽ കരിമീൻ്റെ പേരിൽ ഇതേപോലെ FRP വലിച്ചു, മനസ്സിലായോ? FRP വലിച്ചിട്ട് ഗ്യാങ് സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ SRR ടീമിനോട് ചെന്നുകാണ്ട് എടാ വലിക്കല്ലേ, ഇത് നമുക്ക് എക്സ്റ്റൻഷൻ ശോകമാണ്, നമുക്ക് എങ്ങനെയും സോൾവ് ആക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. രണ്ടാമത്തെ കേസ് ഇതും കൂടി വന്നു. മൂന്നാമത്തെ കേസ് ഗ്രൂപ്പിൽ എപ്പോൾ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ ഓപ്പണായിട്ട് പറയാണ്, എന്നൊക്കെ ഞാൻ പറയട്ടെ, അല്ല ഇത് പറയണമേക്കെ, ഞാൻ ഓപ്പണായിട്ട് പറയാം. KVA TVA ഇഷ്യൂസ് വരുമ്പോൾ മാത്രം സംസാരിക്കണ കുറേ കുണ്ണാളുണ്ട്, മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ അങ്ങനെ പറയുന്ന കാരണം എന്താ വെച്ചാൽ അത് ആർക്കാന്നുള്ളത് മനസ്സിലാവും. ഇത് ഇനി ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയണത്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ എന്താ പറയണത്, KVA TVA നമുക്ക് ഫ്രണ്ട്ലി ആയാണ്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള ഗ്യാങ്ങാണ്, ഇവരായിട്ട് പോയി വള്ളി എടുക്കരുത്. ഇതാണ് തൊപ്പി പറഞ്ഞത് പോലും, മനസ്സിലായോ? സെൽഫ് റെസ്പെക്റ്റ് ബ്രോ, അത് നിങ്ങൾക്ക് തോന്നുന്ന മൊടന്ത ന്യായം മാത്രം. ഒരു ഗ്യാങ്ങിൽ കളിക്കുമ്പം സ്വന്തം കാര്യം മാത്രമല്ല നോക്കേണ്ടത്, ഗ്യാങ്ങിൻ്റെ കാര്യം കൂടി നോക്കണം, മനസ്സിലായോ? ഈ ഗ്യാങ് ഇൻഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലിയോ അഫക്റ്റ് ചെയ്യാൻ പോണ ഒരുപാട് കാര്യങ്ങൾ നോക്കണം, മനസ്സിലായില്ലേ? ഞാൻ ഇന്ന് കിക്ക് ചെയ്യാനുള്ള റീസൺ പറഞ്ഞുതരാം. ഇന്നൊക്കെ ഇതൊക്കെ ഇത്രയും സിറ്റുവേഷൻസിൻ്റെ അടി കൂടി SRRൻ്റെ സിറ്റുവേഷൻസ് ഇന്ന് രാവിലെ മാക്കും ഞാനും ഇരുന്നുകൊണ്ട് ഞങ്ങൾ കണ്ടു. എന്നിട്ടും പോട്ടെ, വേണ്ട, ഇനി വെറുതെ ഒരു പ്രശ്നം വേണ്ടാന്ന് കരുതി ഒഴിവാക്കിയ നിന്ന സമയത്ത് പോലും ഇന്ന് ഗ്രൂപ്പിൽ ഉച്ചക്ക് സക്കായി കൊണ്ടുവന്നാണ്ട് ഒരു വോയിസ് ഇട്ടു. KVA ഉള്ള മെമ്പേഴ്സിനൊന്നും ഇന്ന വല്ലാതെ ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഉമ്മാർ മെറ്റയാണോ എന്താണെന്ന് അറിയില്ല, വന്നുകാണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നുകാണ്ട് ഫൈനാൻഷ്യൽ ബാക്കപ്പ് ആണോ എന്ന് പറഞ്ഞാണ്ട് പോയി എന്ന് പറഞ്ഞു. എന്തിനാ ഉമ്മാർ ഇങ്ങനെയൊക്കെ പറയണത്, നമ്മളെന്താ അവർ ചെയ്തത് എന്നുള്ളൊരു സംഭവം. സക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും ഒരു വള്ളിക്കും പോവാതെ സക്കായിൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു പ്ലെയറാണ്. എന്നിട്ട് സക്കായിന് ഇങ്ങോട്ട് KVA ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഓൺ ദി സ്പോട്ടിൽ കൊച്ചാപ്പി ഗ്രൂപ്പിലിട്ടു. ഇവിടെ KVAനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ KVAൻ്റെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സോറി പറയണം, ഇവിടെ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അഥവാ എന്നെയും മാക്കിനെയും ജഡ്ജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. സ്പോട്ടിൽ ഞാൻ റിമൂവ് ചെയ്തു. കാരണം ഞാൻ ഓൾറെഡി അന്നത്തെ മീറ്റിങ്ങിന് മാക്കിനോട് തിരിച്ച് റേസ് ആയാണ്ട് വോയിസ് ഇട്ടതാണ്, വോയിസ് പറഞ്ഞതാണ് കൊച്ചാപ്പി. ഇവിടെ ഒരു ഹയറാർക്കിയിൽ നിൽക്കണ കോലീഡേഴ്സിനൊന്നും പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്യാതെ ഓൻ്റെ നിലപാടിൽ മാത്രം നിൽക്കണ അങ്ങനത്തെ പ്ലേയേഴ്സിനെ നമുക്ക് വേണ്ട. ഞാൻ ഓനെന്ന് മാത്രമല്ല പറയണത്, അങ്ങനത്തെ ഒരു പ്ലേയേഴ്സിനെയും വേണ്ട, മനസ്സിലായോ? ഒരു പ്ലേയേഴ്സിനും നമുക്ക് വേണ്ട. അപ്പം എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ ഈ ഒരു MRCയുടെ പ്ലെയറിനെ പുറത്താക്കിയതിനെ കുറിച്ച് ഈഗിളിന്റെ ചാറ്റിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഈഗിൾ റിയാക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സമാധാനമായില്ലേ? ഒരു പ്ലെയറിനെ കൂടി കമ്മ്യൂണിറ്റിയിൽ നിന്ന് കളഞ്ഞപ്പോൾ ഒരു കൊച്ചാപ്പിയെ കിണ്ടി. MRCയിൽ ഒരു പ്ലെയർ പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ബ്രോ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതല്ല ഞാൻ റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ കിങ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ. അവരെ ആൾക്കാരെ എടുത്ത് കളയുകയാണെന്ന് അത് TVAയുടെ ആയിട്ട് പ്രശ്നം വന്നതിനാണ് ആൾക്കാരെ എടുത്ത് കളയണത്. എനിക്ക് അങ്ങനെ ഒരു കൺസേൺ ഇല്ല. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ കളിക്കാമെന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. അതൊക്കെ അവരുടെ ഇഷ്ടം. അവർക്കത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഡെസിഷൻ എടുത്തത്. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവരോടില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രം അതിനകത്ത് വേണം എന്ന് പറയണത് അതെന്ത് ഞാൻ അങ്ങനെ ഇത് പിടിക്കണം? എനിക്കതിലൊന്നും പറയാനില്ല ബ്രോ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിക്കുക, എൻ്റെ അടുത്തല്ല പറയണ്ട. ഞാനല്ല അവിടുത്തെ ആൾക്കാരെ എടുത്ത് കളയണോ വേണ്ട എന്നുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നത്. ചുമ്മാ എൻ്റെ തലയെ കൊണ്ട് വെക്കരുതൊന്നും. എനിക്കതിനോടൊന്നും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് താല്പര്യമില്ലാത്ത കുറേ പേര് അവിടെ കളിക്കുന്നുണ്ട് എന്ന് കരുതി എല്ലാവരും എടുത്ത് കിണ്ടുക എന്നുള്ള അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. TVA റീസൺ അല്ലേ ബ്രോ? എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞു ബ്രോ അതിനകത്തൊന്ന് കിണ്ടാനേ. എന്താ പറയണേ നിങ്ങളൊക്കെ? എനിക്ക് മനസ്സിലാവണല്ലോ ഇതെങ്ങനെ എൻ്റെ തലയിൽ വരണേന്ന് ബ്രോ. നമുക്ക് അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. അഭിപ്രായം പറയേണ്ട ഞങ്ങൾക്കില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമോ നിർത്തണോ വേണ്ട എന്നൊക്കെ. എൻ്റെ അകത്ത് ഒരാളെ കളയാൻ പറഞ്ഞാൽ നാളെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ഏതെങ്കിലും ഗ്യാങ്ങുമായിട്ട് ഒരുത്തൻ പോയി സിറ്റുവേഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ ഒരു പിള്ളേരെ ഞാൻ കളയത്തില്ല. ഞാൻ കളയത്തില്ല.
ഞാൻ അതിന് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും, ഇന്നതാണെന്ന് ഞാൻ പറയും, ഇതാക്കത്തേ ഉള്ളൂ. അല്ലാതെ ഞാൻ എടുത്ത് കളയില്ല. അത് നിങ്ങൾ അവിടെ അങ്ങനെ ഡിസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഇത്, അല്ലാതെ എൻ്റെ കാര്യമല്ല. അതൊക്കെ ബ്രോ അവിടെ പോയി ചോദിക്കുക, എന്നോട് എന്തിനാ ചോദിക്കണേ? എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞ് MRCയിൽ 6ഓളം പ്ലേയേഴ്സിന് ബാൻ കിട്ടിയതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഷെയ്ഖ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചപ്പി ഏതായാലും പോയി. സെനക്സ്, ചാർലി, ഇക്രു, കരിമീൻ, ഫാൽക്കൻ 5 മെമ്പേഴ്സ് കറന്റ് ബാന. പ്രണവ് അടക്കം 6 പ്ലേയേഴ്സ് ബാന. നമ്മളെ 35 മെമ്പേഴ്സിൽ 1 തൊപ്പി, 1 ഷമീർ, 1 റാംബോ. ഓൾറെഡി സിറ്റിയിൽ ഇവർ എപ്പോഴെങ്കിലും വരുന്നുള്ളൂ. അതിന് പുറമെ 6 ബാന്, 9 പ്ലേയേഴ്സ് പോയി. പിന്നെ 26 പ്ലേയേഴ്സ് വെച്ചിട്ട് ഈ 25 ഇനീഷ്യൽ വാറൊക്കെ വരുമ്പം എല്ലായിടത്തും പോയാണ്ട് നമ്മളെന്താ പോയി അടി വാങ്ങണം എന്നാണ് നിങ്ങൾ പറയണത്. അതുകൊണ്ട് അത് നടക്കൂല. അതുകൊണ്ട് നമ്മൾ എന്തായാലും അൺവാണ്ടഡ് ബാൻ വാങ്ങണം. എല്ലാവരും ബെഞ്ചിലിട്ടിട്ട് പുതിയ റിക്രൂട്ട്മെന്റ്സ് എടുക്കും. ആ റിക്രൂട്ട് വെച്ചാണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ആരെങ്കിലും ഇനാക്റ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഓൾഡ് മെമ്പേഴ്സിന് കൺസിഡറേഷൻസ് കൊടുക്കും. അങ്ങനത്തെ രീതിയിൽ കഴിഞ്ഞ് പോകാൻ കരുതണുള്ളൂ. കാരണം ഇല്ലാതെ അവന്മാർ നന്നാവില്ല, മനസ്സിലായോ? ഇതല്ലാതെ അവന്മാർ ഒരിക്കലും നന്നാവാൻ പോണില്ല. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ TVയിൽ ചന്ദ്രനും RPയിൽ ബാൻ കിട്ടിയിരുന്നു. അതിന്റെ റീസണെ കുറിച്ച് നമ്മളെ ചന്ദ്രൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ അഡ്മിൻ്റെ അടുത്തപ്പോൾ മര്യാദയായി പെരുമാറിയത് കൊണ്ടും ഇന്ന് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പോകും ഗൈസ്. പക്ഷെ എനിക്ക് സിറ്റി കയറാൻ പറ്റുന്നില്ല. അഡ്മിൻ്റെ അടുത്ത് സംസാരിക്കണം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ട്രിഗർ ആയിട്ടിരിക്കുകയായിരുന്നു. കാരണം എപ്പോഴൊക്കെ PD സിറ്റുവേഷൻ എടുത്താലും അവസാനം എൻ്റെ അപ്പാവുന്നത് ഒന്നല്ലെങ്കിൽ PD കളിക്കത്തില്ല, PD ഇല്ല, PD അടികൊണ്ട് പോവുക, അങ്ങനത്തെ രീതിയിലാണ് സിറ്റുവേഷൻസ് പോയിട്ടുള്ളത്. ഉറപ്പായിട്ട് ഒരു RP കളിക്കണ ഒരുത്തന് ഒരു പോയിന്റ് ആകുമ്പോഴത്തേക്ക് മടുക്കും ഇത് PD സിറ്റുവേഷൻ എടുത്തെടുത്ത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം TVA വേഴ്സസ് SRR MRC സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഈഗിളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മളെ ഷെയ്ഖ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. SRR പിടിച്ച വള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊപ്പം RP ചെയ്തതിൻ്റെ പേരിൽ ഈ TVയിലുള്ള മെമ്പേഴ്സിൻ്റെ കൂടെ തന്നെ MRC ഉള്ള മെമ്പേഴ്സ് RP ചെയ്യുന്നുണ്ട്. ഈ പറയണ എന്താടാ ഷിബു ചെയ്യുന്നുണ്ട്, ചാപ്സ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നുണ്ട്, ഉസ്മാൻ ചെയ്യാറുണ്ട്, ഇസ്മായിൽ ചെയ്യാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇതേപോലെ ഒരു ഫ്രണ്ട്ലി ആയാണ്ട് SRR ഉള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ നോ റോങ് ഇൻറ്റൻഷൻസ്. പക്ഷേ ഇത് SRRയും MRCയും TVനെ തല്ലി എന്നുള്ള സിറ്റുവേഷൻ ആയി, മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അങ്ങോട്ട് നോക്കി. ഇനി ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുമിച്ച് തല്ല് കിട്ടിയതിന്റെ ആയിരിക്കും ചിലപ്പോ. KVയും TVന്റെയും ഒരുമിച്ച് തല്ല് കിട്ടിയതിൻ്റെ പേരിലാണ് SRRനെ കൂട്ടുപിടിച്ചതെന്നാണ് ഇതിൽ ഈഗിൾ പറയണത്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KVനെയും TVനെയും ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകണമെന്ന് കരുതിയിട്ട് നമ്മളെ സൈഡിൽ നിന്ന് വെറുതെ ആവശ്യമില്ലാതെ ഒന്നിനും പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ മോട്ടീവ് ചെയ്ത് കണ്ട് കൊണ്ടുപോകുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ഇത് തല്ലു വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മളെ തലയിൽ തന്നെ വരും, മനസ്സിലായോ? ഇത് എങ്ങനെയൊക്കെയോ. പക്ഷേ ഞാൻ പറയാം, ഈ SRRൻ്റെ സിറ്റുവേഷൻ പോലും നമ്മളെ തലയിൽ വന്ന് വീഴുകയാണ്. അപ്പം അതിന് ഇതേമാതിരി ലൈവിൽ ഇരുന്നുകൊണ്ട് ഇപ്പം ഈഗിള് മെയിനായിട്ട് ഈഗിളിൻ്റെ ലൈവിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. പാസ്റ്റ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, കോഹ്ലിയുടെ സൈഡിലുള്ള മാക്കിനെയും ഷെയ്ക്കിനും ഒക്കെ അറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മെമ്പേഴ്സിനോട് ഹെയ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിനെ മെൻഷൻ ചെയ്താണ്ട് അവരോട് ഹെയ്റ്റ് വെക്കുമായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ MRCനെ എടുത്ത് പറയുന്ന 2-3 സിറ്റുവേഷൻസ് കാണുമ്പം MRCനെ പറയുമ്പം ഒബ്വിയസ്ലി എനിക്കും മാക്കിനും നല്ല കൊള്ളും. കാരണം ഞങ്ങളെ 100% ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ MRC ഗ്യാങ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുപോകുന്നത് മുന്നോട്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ നമ്മളൊരാൾ ലൈവ് ത്രൂ ഇരുന്നിട്ട് TVനെ ഇതേപോലെ ഇരുന്നുകൊണ്ട് ഒരു കളിയാക്കൽ പോലും കളിയാക്കിയിട്ടില്ല. അങ്ങനെ കളിയാക്കുമ്പം ഒബ്വിയസ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് TVക്ക് ഹെയ്റ്റ് കൊടുക്കാനോ TVനോട് ദേഷ്യം വെക്കാനോ ഒന്നും വേണ്ടി പറയണല്ല. എനിക്കറിയാം ഇതിൽ ഇത്ര ഓഡിയൻസ് ഒന്നും എന്തായാലും നമ്മൾ ലൈവ് കാണാൻ ഇതിന് മുമ്പ് വന്നിട്ടില്ല. TV ഓഡിയൻസ് ഇതിലുണ്ടാവും, എനിക്കറിയാം. ഞാനത് ഈഗിളിന് ഹെയ്റ്റ് കൊടുക്കാനോ SRR ആണ് പറയുന്നത് ബ്രോന്നോ അല്ല, SRR അല്ല, KVA TV ഞാൻ കാണിച്ചു തരാം. അത് പറയുന്നത് കേട്ടോ. ഇതിപ്പോ മറ്റേ കൊരങ്ങൻ ഫുണ്ടുകള് ഇപ്പൊ ഇവരുടെ കൂടെ കൂടിയോ, അഥവാ SRR ഇവരെ കൂടെ കൂടിയോ? തോന്നുന്നു അത് KVയും TVയുടെ ഒരുമിച്ച് തല്ല് കിട്ടിയതിന്റെ ആയിരിക്കും ചിലപ്പോ ഇനി ആരെങ്കിലും ഒരാളെ പിടിക്കാൻ. പക്ഷെ ഈ തല്ല് KVയും TVന്റെയും കൂടെ ഒരുമിച്ച് തല്ല് കൊണ്ടതുകൊണ്ടായിരിക്കും മിക്കവാറും ഏതെങ്കിലും ഒരു ടീമിനെ പിടിക്കാനെന്ന് പറഞ്ഞത്. കണ്ട ഈ തല്ലുകൊള്ളികളെ ഇവന്മാർ പോയി പിടിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ തല്ലുകൊള്ളി നമ്മൾ, അല്ലാന്നുണ്ടെങ്കിൽ KVന്റെയും TVന്റെയും അടി കൊണ്ടത് നമ്മൾ, മനസ്സിലായോ?
അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് തല്ലുകൊള്ളികളെ പോയി പിടിച്ച നമ്മൾ എന്തിന് തല്ലുകൊള്ളി, അതായത് MRC എന്തിന് SRRനെ പോയി കൂട്ടുപിടിച്ചു എന്നായിരിക്കണം ഉദ്ദേശിച്ചത്. മോസ്റ്റ്ലി ഞാനിപ്പോഴും അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത് സീരിയസ്ലി. വാട്ടവർ. അതേപോലെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഒരു മിനിറ്റ് കണ്ടോ തല്ല് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ. നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ TVയിലെ ഒറ്റ മെമ്പേഴ്സിനെ പോലും ഇങ്ങനെ നമ്മൾ പറയുന്നില്ല, മനസ്സിലായോ? നമ്മൾ ഒരാളെ പോലും ഇങ്ങനെ പറയുന്നില്ല. അപ്പം ഈഗിളാണെന്നുണ്ടെങ്കിലും MRCനെ ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല സങ്കടമുണ്ട്. ഇതിന്റെ മെയിൻ തിങ് ഇത് ലൈവിൽ നമ്മൾ പറയാനുള്ള റീസൺ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈഗിളിനെ വിളിച്ചുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും. എന്തായാലും സംസാരിക്കേണ്ട കേസാണ്. കാരണം ഒരിക്കലും ഈഗിൾ ഇന്റൻഷനലി അങ്ങനെ ഇതാക്കുന്നവല്ല. പക്ഷെ നമുക്കിത് ലൈവിൽ വന്ന് പറയാനുള്ള റീസൺ എന്തുകൊണ്ടറിയോ? കാരണം നമ്മൾ ഓഡിയൻസ് തന്നെ നമ്മളെ ഹേറ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രൂപ്പ് ത്രൂ ഒക്കെ TVന്റെ മൂഡ് താങ്ങി പോവാണ്, KVന്റെ മൂഡ് താങ്ങി പോവാണ്. ഞങ്ങൾ രണ്ടാളും ഒരു കുണ്ണാളാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയണത്. നമ്മൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.